ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് ചൂട് കനത്തതോടെ തണലും തണുപ്പും തേടി കൂട്ടായ്മകളും ചെറിയ അസോസിയേഷനുകളും തങ്ങളുടെ ഒത്തുചേരലുകൾ ഫാം ഹൗസുകളിലേക്ക് മാറ്റിത്തുടങ്ങി. ചെറിയ ചെറിയ കൂടിച്ചേരലുകൾ പാർക്കിലോ ബീച്ചിലോ നടത്തിയിരുന്നവർ ചൂട് കൂടിയതോടെ ഫാം ഹൗസുകൾ തേടി നടക്കുന്ന കാഴ്ചയാണ്. ബാത്തിന മേഖലയിൽ പ്രത്യേകിച്ചും സൊഹറിലാണ് താപനില ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ നിരവധി ഫാം ഹൗസുകളുമുണ്ട്. സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസുകളാണ് കൂടുതലും. അതേസമയം ഒരു ദിവസം 10ഓളം കുടുംബങ്ങൾക്ക് താമസിക്കാനും ഉല്ലസിക്കാനും 200 റിയാൽ വരെയാണ് നിരക്ക്. അവധി ദിവസങ്ങൾ അല്ലാത്തതും സീസൺ അല്ലാത്തതുമായ ദിവസങ്ങളിൽ 100 റിയാലിൽ താഴെ വാടക നൽകേണ്ടതുള്ളൂ. ചൂട് കൂടുന്ന വരും മാസങ്ങളിൽ ആളുകൾ ഫാം ഹൗസുകൾ തേടിപ്പോകും. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ് പലരും. സ്കൂളുകൾക്ക് വേനലവധിക്കാലം കൂടിയാണ് വരുന്നത് എന്നതിനാൽ ഫാം ഉടമകൾക്ക് ഇത് ചാകരയുടെ കാലമാണ്. ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്നു മുതൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും അടുത്ത ദിവസങ്ങളിലും കാറ്റ് തുടരുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മിക്ക ഗവർണറേറ്റുകളെയും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിച്ചേക്കും. ശക്തമായ കാറ്റ് പൊടി ഉയരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലുമാണ് കാറ്റ് വീശുക. പൊടി ഉയരുന്നത് ദൂരക്കാഴ്ച കുറയാൻ ഇടയാക്കും, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ. കൂടാതെ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ഒമാന്റെ എല്ലാ തീരപ്രദേശങ്ങളിലും 3 മീറ്റർ വരെ തിരമാല ഉയരുമെന്നും അധികൃതർ അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വീണ്ടും പുതിയ വഴികൾ മസ്കറ്റ് നഗരസഭ തേടുന്നു. ഗതാഗതക്കുരുക്ക് പഠിച്ച് സമഗ്രമായ പരിഹാര റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട കൺസൾട്ടിയായ ദാറുൽ ഹന്ദ വഴിയാണ് പൊതുജനങ്ങളിൽ നിന്നും ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിരിക്കുന്നത്. മസ്കറ്റ് നഗരത്തിലെ വാഹന സഞ്ചാരം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് പഠനവും തുടർ പ്രവർത്തനങ്ങളും. തലസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ നവീകരണം കൊണ്ടുവരുമെന്ന് നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു. പാലങ്ങളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം, മസ്കറ്റ് എക്സ്പ്രസ് വേ 5 വരിയായി വികസിപ്പിക്കൽ എന്നിവയും ഇതിൽപ്പെടും. കൂടാതെ അൽമൗജ് 18 സ്ട്രീറ്റ് വീതി കൂട്ടൽ, ഓരോ ദിശയിലും അധിക പാത കൂട്ടിച്ചേർക്കലും ഇതിൽപ്പെട്ടതാണ്. അൽഹെയിൽ നോർത്ത്, അൽമൗജ്, ബഹ്ജ, ഇഷ്റാഖ് റൗണ്ടബൌട്ടുകളുടെ പരിഷ്കരണവും നഗരസഭയുടെ പരിഗണനയിലുണ്ട്. എല്ലാ കാലാവസ്ഥയിലും നഗരത്തിന്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനും ചലനാത്മക മെച്ചപ്പെടുത്തുകയും ചെയ്യുകയും വാണിജ്യ മേഖലയുടെ അഭിവൃദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് വികസന പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി മത്ര സൂക്കിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാനും നഗരസഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3ാം ഘട്ട സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സ്വദേശികളോടും വിദേശികളോടും നഗരസഭ അധികൃതർ ആവശ്യപ്പെട്ടു. സർവേയിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും യാത്രകൾ എളുപ്പമാക്കുന്നതിനുമുള്ള ഹ്രസ്വ ദീർഘകാല വികസന പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് സഹായകമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഒമാനിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെയുള്ള പിഴകളിൽ നിന്നും ഒഴിവാക്കി നൽകുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളിൽ വിശദീകരണവുമായി റോയൽ ഒമാൻ പോലീസ്. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കേസുകളിൽ മാത്രമാണ് ഇളവുകൾ നൽകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. റെസിഡൻസ് കാർഡ് കാലാവധി കഴിഞ്ഞതും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് നിലവിൽ പിഴകളില്ലാതെ കരാർ പുതുക്കാൻ സാധിക്കും. വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്ന മുറയ്ക്ക് റെസിഡൻസ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും. എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും സാധിക്കും. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും അവസരമുണ്ട്. നോൺ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട പിഴയും ഒഴിവാക്കി നൽകുമെന്ന് ROP അറിയിച്ചു. വിസിറ്റ് വിസ അടക്കം തൊഴിൽ വിസയില്ലാതെ രാജ്യത്തെത്തി അനധികൃതമായി തങ്ങുന്നവരാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. 7 വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകില്ല. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും അതോടൊപ്പം റദ്ദാക്കി. തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനും പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്കും ഈ അവസരം മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നു.
ജൂലൈ 31 വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ പിഴ ഇളവുകളുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ടാർഗറ്റഡ് ഗ്രൂപ്പുകളോട് റോയൽ ഒമൻ പോലീസ് ആവശ്യപ്പെട്ടു. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരെയുള്ള സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചു. തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വ്യാജ കറൻസി സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ പൗരനെയാണ് തെക്കൻ ഷെർക്കിയയിൽ പോലീസ് പിടികൂടിയത്. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടുകയും തട്ടിപ്പിന് ഉപയോഗിച്ച വ്യാജ നോട്ടുകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മുസന്തം ഗവർണറേറ്റിൽ കടൽ വഴി ഒമാനിലേക്ക് വൻതോതിൽ മദ്യം കടത്താനുള്ള ശ്രമം റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം തടഞ്ഞു. സംഭവത്തിൽ 3 ഇറാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ നിന്നും മദ്യശേഖരം കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പോലീസ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം വ്യോമയാന മേഖലയെ പ്രതിസന്ധിയിലാക്കി. ഇടിമിന്നലും ശക്തമായ കാറ്റും കാരണം ദൃശ്യപരത കുത്തനെ കുറയുകയും ചെയ്തതോടെ നിരവധി വിമാനങ്ങളാണ് വഴി തിരിച്ചുവിട്ടത്. വിമാനങ്ങൾ സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കുവൈറ്റ് വ്യോമ നാവിഗേഷൻ ഡയറക്ടറേറ്റ് അടിയന്തരമായി പ്രവർത്തനം സജ്ജീകരിച്ചതായി ഡയറക്ടർ ദാവൂദ് അൽ ജറ ഔദ്യോഗികമായി അറിയിച്ചു. മണിക്കൂറിൽ 70 മുതൽ 85 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയ കാറ്റ് ദൃശ്യപരത തികച്ചും കുറയ്ക്കുന്നതിനോടൊപ്പം വിമാന സേവനങ്ങൾക്കും തുറമുഖ പ്രവർത്തനങ്ങൾക്കും നേരിയ തടസ്സങ്ങളുണ്ടാക്കിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഈ പ്രതിസന്ധിയെ അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നും വ്യക്തമാക്കി. ദൃശ്യപരത 300 മീറ്ററിൽ താഴെയായതിനാൽ അസിയറ്റ്, കെയ്റോ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന 2 വിമാനങ്ങളാണ് ദമാമിലേക്ക് തിരിച്ചുവിട്ടത്. കൂടാതെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇൻഡിഗോ വിമാനവും വഴി തിരിച്ചുവിട്ടു. അതേസമയം അഹമ്മദാബാദിൽ നിന്നുള്ള മറ്റൊരു ഇൻഡിഗോ വിമാനവും ദുബൈയിൽ നിന്നുള്ള ഒരു കുവൈറ്റ് എയർവേസ് വിമാനവും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ലാൻഡ് ചെയ്യാൻ സാധിച്ചു. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടൽ, തുറമുഖങ്ങൾ താൽക്കാലികമായി അടയ്ക്കൽ തുടങ്ങിയവ ചെയ്തത്. ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ ഉടൻ വീണ്ടും വിലയിരുത്തലുകൾ നടത്തി യാത്രാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുവൈറ്റിലെ പ്രധാനപ്പെട്ട ഷുവൈക്ക്, ഷുവൈബ തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് തുറമുഖ അതോറിറ്റി അറിയിച്ചു. മണിക്കൂറിൽ 82 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയ ശക്തമായ കാറ്റും അതിനോടൊപ്പം ദൃശ്യപരതയുടെ കുത്തനെയുള്ള കുറവുമാണ് ഈ നടപടിയിലേക്ക് നയിച്ചത്. തൊഴിലാളികളുടെ സുരക്ഷയും തുറമുഖ യന്ത്രസാധനങ്ങളുടെയും ആധാര സൗകര്യങ്ങളുടെയും സംരക്ഷണവുമാണ് ഈ മുൻകരുതൽ നടപടികളുടെ ലക്ഷ്യം. തുടർച്ചയായ നിരീക്ഷണങ്ങൾക്കൊപ്പം കാലാവസ്ഥ മാറുന്നതോടെ തുറമുഖ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാണ് സാധ്യത.